പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വർഷത്തെ ക്യാമ്പ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. ഇന്നത്തെ രണ്ടാമത്തെ ദിവസമാണത്. 2 ദിവസം കൊണ്ടാണ് നമ്മൾ ക്യാമ്പ് കഴിയുന്നത്. നമ്മൾ ഈ യൂണിയൻ കൊണ്ട് എന്ത് നേടി എന്ന് ചിലർ ചോദിക്കുന്നുണ്ടല്ലോ. എന്ത് നേടി എന്നല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ എന്തെങ്കിലും നേടാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമം യൂണിയൻ നടത്തുന്നുണ്ട്. പല കാര്യങ്ങളിലും പല ഓഫീസുകളിലും പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യുവാനായിട്ട് ഞങ്ങൾ അതിൻ്റെ അധികാരികളെ സമയാസമയങ്ങളിൽ കാണുന്നുണ്ട്. കണ്ട് അവരുടെ അടുത്ത് വിവരങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഓരോരോ കമ്പനികളിലും ഓരോരോ പ്രശ്നങ്ങളാണ്. ഓരോ ബ്രാഞ്ചിലും ഓരോ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാനുള്ള കൂട്ടായ ശ്രമം നമുക്ക് ഒരുമിച്ച് നടത്താം. അല്ലാണ്ട് പ്രസിഡന്റോ സെക്രട്ടറിയോ ട്രഷറോ എന്ന് വിചാരിച്ചാൽ മാത്രമൊന്നും കാര്യങ്ങൾ നടന്നു പോകണമല്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ തീരുമാനിച്ചാൽ നടന്നു പോകണമല്ല. ഓരോ ഏജൻറ്റും അതിനോടുള്ള ഉത്തരവാദിത്വം കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും കമ്പനിയിൽ സമർപ്പിക്കാനും ആ സമയാസമയങ്ങളിൽ കമ്പനിയുടെ അധികാരികളെ ബോധ്യപ്പെടുത്തുവാനും വേണ്ട കാര്യങ്ങൾ നടപടികൾ നേടിയെടുക്കുവാനും ഞങ്ങൾ ശ്രമം നടത്തുന്നതാണെന്ന് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ കൂട്ടായ ശ്രമത്തിന് മാത്രമേ ഈ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഒറ്റയ്ക്ക് നമുക്ക് പോയി ഒരു കാര്യങ്ങളും നടത്തിയെടുക്കാൻ കഴിയുന്നില്ല. അതാണ് നമ്മുടെ സംഘടനയുടെ ഏറ്റവും വലിയ വിജയവും മറ്റു കാര്യങ്ങളും. അത് നമുക്ക് ഒറ്റക്കെട്ടായി വരും കാലങ്ങളിൽ പ്രവർത്തിക്കുക. നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ നടത്തുകയും ചെയ്യും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ കൂട്ടായ പ്രവർത്തനം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും, പുതിയതായി കാര്യങ്ങൾ നടക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെപ്പറ്റി ഞാനൊരു ജൂനിയർ അഡ്വക്കേറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കൂടുതൽ പൈസ ഇത് കൊടുത്ത് നമുക്കത് ചെയ്യാനുള്ള നിവൃത്തിയിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം അത് പഠിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാമെന്നാണ് പറയുന്നത്. ചില സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നതിന് ഞാൻ കിട്ടാവുന്ന രേഖകളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങൾ, ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസിലാണെങ്കിൽ വേറെ 1-2 ആനുകൂല്യങ്ങളുണ്ട്. ഡെത്ത് കവറേജ് കാര്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിന് 70 വയസ്സ് വരെ കിട്ടും. നമുക്കും അതുപോലെ തന്നെ ഈ ഇൻഷുറൻസ് വഴി കിട്ടുന്ന കമ്മീഷൻ അല്ലാതെ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ പറ്റുമോ എന്ന്
പഠിക്കാനായിട്ട് ജനറൽ ഇൻഷുറൻസിൻ്റെ തിയറി മുഴുവൻ പഠിച്ചതിന് ശേഷം അഡ്വക്കേറ്റ് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളി കുറച്ചുകൂടി നന്നായി പഠിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറുള്ളൊരു അഡ്വക്കേറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഏൽപ്പിച്ചിരുന്നത്. ആ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചാൽ ഞാൻ അത് അദ്ദേഹത്തെ അറിയിക്കുന്നതാണ്. അദ്ദേഹം ഗൂഗിളിൽ നോക്കിയാൽ സെർച്ച് ചെയ്ത് മറ്റു കാര്യങ്ങൾ എടുക്കട്ടെ. അല്ലാണ്ട് മറ്റു രേഖകളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. ആ കാലഘട്ടത്തിൽ വരും കാലഘട്ടത്തിൽ അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു മെമ്മോറാണ്ടം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുവാനായിട്ട് ധനകാര്യമന്ത്രിയുടെ അടുത്ത് കൊടുക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യെസ്, നമസ്കാരം. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മുടെ യൂണിയൻ ആരംഭിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ 13 വർഷമാകുക. 12 വർഷം പൂർത്തിയാകുന്നു. എന്ന് വെച്ചാൽ മെയ് 17 ആയപ്പോൾ 12 വർഷം പൂർത്തിയായി. അന്ന് തൊട്ട് ഇന്നോളം നമ്മുടെ സംഘടന നല്ല ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അത് ഏത് തരത്തിൽ നോക്കിയാലും ഏജൻസിൻ്റെ മേന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതേപോലെ തന്നെ വ്യക്തികൾക്ക് പ്രത്യേകമായ ഒരു കഴിവും മറ്റെല്ലാ രീതിയിലും അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു സംഘടനയാണ്. പല സംഘടനകളും പിന്നീട് ഇവിടെ വന്നു എങ്കിലും അതിന് മുമ്പ് സംഘടനകളുണ്ടെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വളരെ വളരെ നല്ല കാര്യങ്ങൾ നമ്മുടെ സംഘടന ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ പഠന ശിഖരം, അല്ലെങ്കിൽ എന്താ പറയുക, ഈ നേതൃത്വ പരിശീലന ക്യാമ്പ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇതുവരെ അനുവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഇന്നലെ തുടങ്ങി. ഇന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 2:30-3 കൂടി ഇന്നത്തെ ഇവിടെ ഈ തൃശ്ശൂർ ഈ കരുവന്തല ഈ ബ്ലൂ സെറിൻ റിസോർട്ടിൽ നടക്കുന്ന ഈ ഗംഭീര പരിപാടി ഇന്ന് അവസാനിക്കും. ഇത് നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മുടെ സംഘടനയിലുള്ള പ്രവർത്തകർക്ക് പല അറിവ് കുറവുണ്ട്. അറിവ് കുറവെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, ഏജൻ്റാണ്, ബിസിനസ് ചെയ്യുന്നു, നല്ല രീതിയിൽ വരുമാനം ഉണ്ടാകുന്നു. പക്ഷേ പലർക്കും പല കാര്യങ്ങളെക്കുറിച്ചും ഒരു സംഘടന എങ്ങനെ കൊണ്ടുപോകണം, ഒരു നേതൃത്വ പരിശീലനം ഒന്നും തന്നെ ഇല്ല. അത് പലതവണ നമ്മൾ ചെയ്തെങ്കിലും ഇതിനു മുമ്പ് തട്ടേക്കാട് വെച്ച് ഇതുപോലെ ഒരു പ്രോഗ്രാം 2 ദിവസം നടന്നു. നമ്മുടെ ആദരണീയായ മുൻ പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻ തോട്ടുപുറത്തിൻ്റെ ഉത്തരവാദിത്തത്തിലും കാർമ്മികത്വത്തിലും നല്ല ഭംഗിയായി അവിടെ വെച്ച് നടന്നു. പക്ഷേ അന്നും ഇതേപോലെ തന്നെ നേതൃത്വ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഒരു മഹത് വ്യക്തിയെ പങ്കെടുപ്പിക്കുകയും അദ്ദേഹം വിശദമായിട്ട് പറയുകയും ചെയ്തെങ്കിലും അത് അത്രയും അങ്ങോട്ട് നമ്മുടെ സുഹൃത്തുക്കളിൽ ഏറ്റിട്ടില്ല. അവർക്കത് ആർജവത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ 2ാം ദിവസമായി ഇന്ന് നല്ല ഒരു വ്യക്തിയെ ഇവിടെ പങ്കെടുപ്പിക്കുന്നുണ്ട് നേതൃത്വ പരിശീലനത്തിന്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ ഇവർ ഏകദേശം ഒരു ധാരണയാകുന്നൊരു പ്രതീക്ഷയുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഒരു പ്രത്യേക കാര്യം പറയാം. ഇന്ന് നമ്മുടെ ഏജൻറ്റ് സമൂഹം പല രീതിയിലും ബുദ്ധിമുട്ടിലാണ്, പല രീതിയിലും. ഒന്നാമത്തെ കാര്യമായിരുന്നു ഇൻകം. അത് ഇപ്പോൾ കമ്പനി ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതും അതിൻ്റെ പിന്നിലും നമ്മുടെ സംഘടനയുടെ ഒരു കൈക്കരുത്ത് എന്ന് വേണേൽ പറയാം, അത് ഉണ്ടാകും. അപ്പോൾ നമുക്ക് മാന്യമായ ഒരു ഇൻകം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് പ്രവർത്തകർക്ക് ഗുണം ആയിട്ടുണ്ട്. എല്ലാ പ്രവർത്തകർക്കും, പണിയെടുക്കുന്നവർക്ക്, അല്ലാത്തവർക്കില്ല. വെറുതെ ഏജൻ്റാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കൊന്നും യാതൊരു പ്രയോജനമില്ല. ആത്മാർത്ഥതയോട് കമ്മിറ്റ്മെൻറ്റോട് കൂടി നടക്കുന്നവർക്ക് യാതൊരു വിഷയങ്ങളുമില്ല. പിന്നെ IRDA എന്ന് പറയുന്നൊരു പുസ്തകം നമ്മുടെ ഇന്ത്യയിലുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. IRDA പല പല കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നുകൊണ്ടാണ് ഈ 4 കമ്പനികൾ, 4 ഇന്ത്യയിലുള്ള ഏകദേശം 40ഓളം ഇൻഷുറൻസ് കമ്പനികളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് നമ്മുടെ IRDA ആണ്. പക്ഷേ IRDAയുടെ ഞങ്ങളുടെയൊക്കെ ഒരു വീക്ഷണത്തിൽ IRDAക്ക് പക്ഷപാതമായ പല പരിപാടികളുണ്ട്. അവർ പ്രൈവറ്റ് കമ്പനികളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ നിലനിൽക്കുന്നു എന്ന് വരെ നമുക്ക് സംശയം തോന്നും. അങ്ങനെയാണ് അവരുടെ ഉത്തരവുകളും പ്രവർത്തനങ്ങളുമെല്ലാം. പക്ഷെ നമ്മുടെ സർക്കാർ കമ്പനി എന്നാൽ ഇപ്പോൾ ഏജൻറ്റിന് ലൈസൻസ് എടുക്കാൻ IRDA വേണ്ട IRDA ലൈസൻസ് വേണം. ഇപ്പോൾ കമ്പനി നേരിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ IRDAയുടെ പല നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവരത് അത്രയും ഒരു പ്രത്യേക രീതിയിൽ കണ്ടാണ് സർക്കാർ കമ്പനികൾ ചെയ്യുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ നയം തന്നെ എല്ലാം ലാഭത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്.
എല്ലാം ലാഭം, ഇൻഷുറൻസ് ലാഭം. പണ്ട് ബ്ലേഡ് കമ്പനി പോലെ ആയിരുന്നു ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രീമിയം മാക്സിമം കിട്ടണം. അതനുസരിച്ചുള്ള പബ്ലിക്കിനോടോ ഏജൻസിനോടോ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അതൊരു നല്ല നടപടിയായിട്ട് തോന്നുന്നില്ല. നമുക്കത് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചേ പറ്റൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ സർക്കാർ തലത്തിൽ ഇപ്പോൾ പറഞ്ഞില്ല, പ്രൈവറ്റൈസേഷൻ അവർ കൂടുതൽ മുൻഗണന കൊടുക്കുകയാണ്. ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ 100%, നേരത്തെ 70% എന്നുള്ളത് ഇപ്പോൾ 100% പ്രൈവറ്റ് മേഖലയ്ക്ക് തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇൻഷുറൻസിൻ്റെ ഭാവി എന്താകുന്ന പോലെ ഒരുപക്ഷെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഴപ്പമില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, ഏജൻറ്റുമാർ ഇപ്പോൾ എല്ലാ മേഖലയിൽ ഏതെല്ലാം മേഖലയിൽ അവർ മാറ്റം വരുത്തിയാലും ഒരു പബ്ലിക് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ നേരെ പോയി ഓഫീസിലേക്കൊന്നും പോകുന്നില്ല. ഏതാണ്ട് 99% ഒരു ഏജൻറ്റ് മുഖാന്തരമാണ് എടുക്കുന്നത്. അപ്പോൾ പബ്ലിക് സർവീസ് ചെയ്യുന്ന ഒരു ഏജൻറ്റിനെ സംബന്ധിച്ചുള്ള ഏത് പ്രൈവറ്റൈസേഷൻ വന്നാലും അത് ബാധകമാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇന്ന് നമുക്ക് പൊതുവെ സമൂഹത്തിൽ കാണുന്നവരാണ് ഏത് പോളിസി, LIC യോ ജനറൽ ഇൻഷുറൻസോ ഏതും ആകട്ടെ, ഓൺലൈൻ സംവിധാനം ഇന്ന് വളരെയേറെ പ്രോത്സാഹിക്കപ്പെടുന്നൊരു സാഹചര്യമാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഒരു മെച്ചമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഇന്ന് തീരുന്നു, ഞാനിപ്പോൾ തന്നെ ഓൺലൈനിലാണ്, ഡേറ്റ് കഴിഞ്ഞാൽ പറ്റില്ല, തീരുന്നതിന് മുമ്പാണെങ്കിൽ ഇന്ന് ഞാൻ അടയ്ക്കുന്നു, എനിക്ക് പ്രീമിയം കുറച്ച് പോളിസി കിട്ടുന്നു എൻ്റെ മൊബൈലിൽ. പക്ഷേ പ്രിൻ്റ് ഔട്ട് കിട്ടാൻ 99% സാധ്യതകളില്ല. പലർക്കും എൻ്റെ അടുത്ത് വരാറുണ്ട്, ഇത് ഞാൻ ഓൺലൈനിൽ എടുത്താണ്, എനിക്ക് അതിൻ്റെ ഒരു പ്രിൻ്റ് കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഞാൻ പറയാം, നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോളിസിക്കും ഒരു പോളിസി നമ്പർ, ഒരു പോളിസി കോഡുണ്ട്. അത് ഇവരുടെ ഇതിനകത്ത് ഇല്ല പലതിലും. അതുകൊണ്ട് ഇപ്പോൾ യുണൈറ്റഡ് തന്നെ കൊടുക്കുന്നുണ്ട്, ഓറിയൻ്റലും നാഷണൽ എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കമ്പനി ഉദ്ദേശിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ക്ലെയിം കുറച്ച് കൊടുത്താൽ മതി. ക്ലെയിം കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഓണർ ഡ്രൈവർ കവറേജ് ഇല്ല. ഈ ഓൺലൈൻ പോളിസിയിൽ മിക്കവാറും ഇല്ല. കാരണം അതിനകത്ത് ടിക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പല പബ്ലിക്കിനും അറിയില്ല. അവർ പ്രീമിയം കുറവാണല്ലോ, ഏജൻറ്റ് പറഞ്ഞേക്കാൾ കുറവാണല്ലോ എന്ന് പറഞ്ഞ് പോളിസി അങ്ങ് അടിക്കുക. എന്നിട്ട് അവർ നക്ഷത്ര ഇടമാണ്. ഈ കഴിഞ്ഞ ഒരു അനുഭവം എനിക്ക് പറയും. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ചങ്ങാതി ഓൺലൈൻ പോളിസി അടിച്ചു. അയക്ക് യാതൊരു ഇൻറ്റിമേഷനും ഇല്ല, പോളിസിയില്ല, യാതൊരു അറിവില്ല, പരിവാഹനിലും കയറിയിട്ടില്ല. എന്നിട്ട് വിളിച്ച് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ വണ്ടി നമ്പർ തന്നു. ഞാൻ നോക്കിയപ്പം അങ്ങനെ ഒരു പോളിസി ഇഷ്യൂ ചെയ്തതായിട്ട് കാണുന്നില്ല. അവസാനം എന്തായി, അയാൾ വീണ്ടും പൈസ അടിച്ച് പോളിസി എടുക്കേണ്ടി വന്നു. അപ്പോൾ നഷ്ടത്തിൽ ഇരട്ടിയായി അയാൾക്ക്. അയാൾ ആദ്യം 9,900 താഴെ പ്രീമിയം അടച്ച് പോളിസി എടുത്തു. രണ്ടാമത് വീണ്ടും 1,167 അടച്ച് എൻ്റെ ഇന്ന് പോളിസി എടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ അയാൾക്ക് ഓൺലൈൻ ലാഭമല്ല നഷ്ടമാണെന്ന് ഒന്നാമത്തെ തെളിവ്. ഇനി അതൊന്ന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ, ഈ പോളിസി ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് അതൊന്ന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർ ഓഫീസിൽ, നമ്മുടെ എല്ലാ ഓഫീസുകളിൽ വന്നിട്ടാണ് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ, എൻ്റെ ഓണർഷിപ്പ് മാറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിയുന്നത്ര അവരെ നിരുത്സാഹപ്പെടുത്തും. മേലിൽ പറ്റിയത് പറ്റി, പക്ഷേ ഇത് ചെയ്തു തരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ എൻ്റെ മേലാഫീസിൽ ചോദിച്ചിട്ട് അവിടുന്ന് കിട്ടുമെങ്കിൽ വെച്ചൊരു അത് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ പോളിസികളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു അവയർനെസ് പബ്ലിക്കിന് കൊടുത്തുകൊണ്ടിരിക്കുക, നമ്മുടെ ഓഫീസിൽ വരുന്നവർ. ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇനി നാളെ എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരുത്സാഹപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ജനങ്ങളെ. നിങ്ങൾ താൽക്കാലികമല്ല, അപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ വളരെ അഡ്വാൻസാണ്. അവർ എല്ലാം മൊബൈൽ വഴിയാണ് ചെയ്യുന്നത്. അത് കൊച്ചു ചെയ്തു പോളിസി എന്ന് പറയും. കൊച്ചു ചെയ്തിട്ട് അതിൻ്റെ ഗുണം എന്നാന്ന് കൊച്ചിനറിയില്ല. അവർക്ക് ഇൻഷുറൻസിനെ കുറിച്ച് എന്തറിയാം? ഒരു വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എടുത്താൽ അതിൻ്റെ ലയബിലിറ്റി എന്താണ്, അതിൻ്റെ കവറേജുകൾ എന്താണ്, ആഡ് ആൻഡ് കവറേജ് ഇങ്ങനെയുള്ള യാതൊരു അറിവും അവർക്കില്ല. അവരെന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു, പോളിസിക്ക് പൈസ മൊബൈലിൽ തന്നെ അടച്ചു, അങ്ങനെ ഒരു പോളിസി ആയി എന്ന് പറയുന്നു. ചിലർക്ക് പ്രിൻ്റ് കിട്ടുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പ്രിൻ്റ് കിട്ടുമെന്ന് വെച്ചാൽ മൊബൈലിലേക്ക് അവർക്ക് വരുന്നുണ്ട്, അതുമായിട്ടും വരുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇങ്ങനെയുള്ള ഒത്തിരി ഭാവിയിൽ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് നമ്മുടെ പക്ഷം. നമ്മളെപ്പോഴും ഒരു ഓഫീസ് വഴി, ഒരു ഏജൻറ്റ് വഴി മാത്രം. നിർമ്മല സീതാരാമൻ തന്നെ, നമ്മുടെ എന്താ പറയുക, ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരു പോളിസി എടുക്കുമ്പോൾ ഒരു കമ്പനിയിലെ ഒരു ഏജൻറ്റ് മുഖാന്തരം എടുക്കുക എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണം പബ്ലിക്കിനാണ്, അല്ലാണ്ട് ഏജൻറ്റിനോ അല്ല കമ്പനിക്കോ അല്ല. കമ്പനിക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രീമിയം കിട്ടുന്നതിൻ്റെ വ്യത്യാസം, അതിൻ്റെ സത്യസന്ധമായ പോളിസി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. മറ്റേത് ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് പോളിസികളൊക്കെ വരുന്നുണ്ട്, അതിനകത്ത് വിശ്വാസ്യത വളരെ കുറവാണ്. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഈ ഓൺലൈൻ പോളിസികൾക്ക്. ഇനി ഒരൊറ്റ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ സംഘടന തുടങ്ങിയിട്ട് ഏതാണ്ട് 13 വർഷം ആയി. അതിനു മുമ്പും പല സംഘടനകളും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഒന്നും ഒരു ഏജൻറ്റിന് ആപ്റ്റായിട്ടുള്ളൊരു കമ്പനി, ഒരു യൂണിയൻ ഇവിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ ജനറൽ ഇൻഷുറൻസ് ഏജൻറ്റ്സ് ഓർഗനൈസേഷൻ എന്ന സംഘടന
നമ്മുടെ ഏജൻറ് സമൂഹത്തിന് ധാരാളം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഭാവിയിലുണ്ട്, അവരെ ഒരു പ്രാപ്തരാക്കിയിട്ടുണ്ട്, അവർക്ക് ഒത്തിരി മേന്മകൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള മാക്സിമം ജനറൽ ഇൻഷുറൻസ് ഏജൻസിനെ നമ്മുടെ സംഘടനയിൽ പങ്കാളിയാക്കുക, അവരെ അംഗം കൊടുക്കുക. അതിലൂടെ അവർക്ക് വേണ്ട എല്ലാവിധ കഴിവുകളും അവരിലുണ്ടാക്കിയെടുക്കുക, ഒരു സംഘടന നയിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക, പബ്ലിക്കിലെ എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് പഠിപ്പിക്കുക, ഒരു പോളിസി എങ്ങനെ ക്യാൻവാസ് ചെയ്യണമെന്ന് പഠിപ്പിക്കുക. അതേപോലെ തന്നെ അവർക്ക് ഈ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക മാക്സിമം. ഒരു ആരുടെ മുമ്പിലും കൂയാതെ എനിക്കെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു കഴിവുണ്ടാക്കിയെടുക്കുക. അത് നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. അതുപോലെ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതിന് അത് കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ വരും കാലങ്ങളിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏജൻറ് സമൂഹത്തിന് ഒരു 10, 60, 70 അല്ലെങ്കിൽ എത്രയോ വർഷം ഒരു 20, 30 വർഷമൊക്കെ പ്രവർത്തിച്ചിട്ട് ഒന്നുമല്ലാത്ത രീതി വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. പണിയാണ്, ജോലിയാണ്. അപ്പോൾ ഇത് അവർക്ക് പിരിഞ്ഞു പോരുന്ന സമയത്ത് ഒരു മാന്യമായൊരു കോമ്പൻസേഷൻ, നാളെ ഞാൻ ഒരു 30 വർഷം അല്ലെങ്കിൽ 40 വർഷം പ്രവർത്തിച്ചു, ഞാൻ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ എനിക്കൊരു മാന്യമായൊരു കോമ്പൻസേഷൻ കമ്പനി കൊടുക്കുക. കാരണം ഇത്രയും കാലം കമ്പനിയിൽ പ്രീമിയം കൊണ്ടുവരികയും ഇതിനു വേണ്ടി ചെയ്തൊരു വ്യക്തിയാണ് നൽകി. പിന്നെ ഇവർക്ക് ഗ്രാറ്റുവിറ്റി പ്രോവിഡന്റ് ഫണ്ട് പോലുള്ള കാര്യങ്ങൾ പ്രാപ്തമാക്കുക, അത് ഇവർക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് നമ്മൾ ഈ വരും കാലങ്ങളിൽ. അതുപോലെ ഏജൻറ്റിന് മെഡിക്ലെയിം, പേഴ്സണൽ ആക്സിഡൻറ്റ് പോലുള്ള പോളിസികൾ കമ്പനി കൊടുക്കാൻ തയ്യാറാവണം. കാരണം അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവർ ഇത്രയും ഫീൽഡ് കഷ്ടപ്പെട്ട് നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇവർക്ക് ഈ പോളിസി ഇല്ലെങ്കിൽ വരുന്ന സംഭവം ഒരു അപകടമോ മരണമോ ഉണ്ടായാൽ യാതൊരു സംരക്ഷണവും ഇല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10 വർഷമായിട്ട് നമ്മളിതേക്കുറിച്ച് ആലോചിക്കുന്നതാണ്. IRAയിൽ നമ്മളിതേക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഏജൻറ്റുമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രോവിഡന്റ് ഫണ്ട് അനുവദിക്കുക. ഏജൻറ്റുമാരുടെ വിയോഗത്തിൽ ഇപ്പോൾ നാളെ ഞാൻ മരിച്ചു പോയാൽ ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം തീർന്നു. അപ്പോൾ അത് ഞാൻ അവകാശിയായിട്ട് ഞാൻ വെച്ചിട്ടുള്ള എൻ്റെ നോമിനിക്ക് അത് തുടരാനുള്ള. അപ്പോൾ ഒരു MLA മരിച്ചു കഴിഞ്ഞാൽ ആ പോസ്റ്റിൽ പുതിയ MLA വരണം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ താൽക്കാലികമായിട്ട് ഒരാളെ നിയമിക്കും, അല്ലെങ്കിൽ ഒരു മന്ത്രി ആയിട്ട് അയാൾ സത്യപ്രതിജ്ഞ ചെയ്ത് കയറി മരിച്ചു കഴിഞ്ഞാൽ പുതിയൊരാൾക്ക് ആ റോള് കൊടുത്താൽ അയാൾ നിശ്ചിത പീരീഡിനുള്ളിൽ എന്താ പറയുക, ഇലക്ഷനിൽ നിന്ന് ജയിച്ചാൽ മതി. അയാൾ ആരും ആയിരിക്കണില്ല, അയാൾക്ക് MLA ഒന്നും അയക്കണമെന്നില്ല. അയാൾക്ക് രണ്ടാമത് ഇലക്ഷനിൽ നിന്ന് ജയിച്ച് അയാളുടെ ഇത് പ്രൂവ് ചെയ്ത് കൊടുത്ത അയാൾക്ക് മന്ത്രിസ്ഥാനത്ത് തുടരാം. അതേപോലെ ഒരു ഏജൻറ്റിൻ്റെ നോമിനിക്ക് IRDA ലൈസൻസ് അല്ല, ഇപ്പോൾ കമ്പനി ലൈസൻസ് കൊടുക്കുമ്പോൾ ഇതേപോലെ തന്നെ അയാൾ പ്രൂവ് ചെയ്യട്ടെ. അയാൾ 6 മാസമോ അല്ലെങ്കിൽ ഒരു പീരീഡ് കൊടുത്താൽ ആ പീരീഡ് കൊണ്ട് അയാൾ ഇത് പ്രാപ്തനാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂറ്റി കിട്ടണം. ഈ പോളിസികളെല്ലാം അതേപോലെ ചെയ്യാനും അതിൻ്റെ കമ്മീഷനും ഇൻസെൻറ്റീവ് മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സംവിധാനം എല്ലാ കമ്പനിയും ചെയ്തു കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പങ്കാളിത്ത പെൻഷനാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ കമ്പനിക്ക് ഇപ്പോൾ എനിക്കൊരു പെൻഷൻ തന്നെ ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സോ ഞാനിത് നിർത്തിപ്പോകുന്ന സമയത്ത് ഒരു പെൻഷൻ തന്നെങ്കിൽ മുഴുവൻ കാശും കമ്പനി മുടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അത് എന്ന് വെച്ചാൽ നമ്മൾ സർക്കാരിൻ്റെ ഒരു സ്ഥിര ജീവനക്കാരനല്ലാത്തതുകൊണ്ട് നമുക്ക് വേണ്ടത് പങ്കാളിത്ത പെൻഷൻ. ഞാനൊരു 30 വർഷം സർവീസുള്ള ആളാണ്. എനിക്ക് എൻ്റെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഓഹരി കട്ട് ചെയ്തിട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നൊരു പോർഷൻ കൂടെ ഇട്ടുകൊണ്ട് അത് പിന്നെ പങ്കാളിത്ത പെൻഷനായിട്ട് നമുക്ക് തരിക. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ മെഡിക്ലെയിം പോളിസി, PA പോളിസി തിരിച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, അത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ 100 ഏജൻറ്റ് 100 പേർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഒരു നിശ്ചിത പ്രീമിയം, ഒരു മാനദണ്ഡം വെച്ചിട്ട് അത് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കൊടുക്കാനുള്ള സംവിധാനം കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കണം. അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നിശ്ചിത പ്രായത്തിന് ശേഷം എനിക്ക് വയ്യ, ഇപ്പോൾ എനിക്ക് ഇത്രയും പ്രായമായി, ഇനിയിപ്പോൾ 2 കൊല്ലം കൂടെ കഴിഞ്ഞ് എനിക്ക് വിരമിക്കണം, ഈ ജോലി ചെയ്യാൻ എനിക്ക് വയ്യ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിരമിക്കൽ ഒരു ആനുകൂല്യമായിട്ട് ഒരു നിശ്ചിത തുക അത് ഞാൻ 5 ലക്ഷം ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ നമ്മുടെ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഒരു ആശാവർക്കറെ കണ്ടിട്ട് 1 വർഷത്തിൽ മേലെയായി ഞാൻ. എന്ന് ഞാൻ പറയുന്ന പോലെയല്ല, നമ്മൾ അങ്ങനെയുള്ള സ്ഥിരം ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് ഇങ്ങനെയൊരു ആനുകൂല്യം കമ്പനിയിൽ നിന്ന് മേടിച്ചെടുക്കണം, അതിനുള്ള ശ്രമമാണ് ഇനി ഭാവിയിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നത്.
തീർച്ചയായും ആ രീതിയിൽ മാക്സിമം ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ് ഇതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യം. അത് നല്ല രീതിയിൽ ആളുകൾ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു റിലേഷൻ നിലനിർത്തി നിർത്തുന്നു.
ഇനി വരാനുള്ള ഇന്നത്തെ ക്യാമ്പ് വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു. അപ്പോൾ ഇനി ഒരു പുതിയ എനർജി ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പൊ ഇനി വരും വർഷം കൂടുതൽ സജീവമായിട്ട് വനിതകളെ കൂടുതൽ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരുടെ പ്രാതിനിധ്യം കൂടുതൽ എടുപ്പിച്ചുകൊണ്ട് അവരെ ആക്റ്റീവായിട്ട് രംഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് ധൈര്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഏജൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അവരുടെ ഓരോ വിഷമഘട്ടത്തിലും നമ്മളുടെ ഏജൻസിന് വരുന്ന ഓരോ പ്രശ്നങ്ങളിലും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തൊന്നും നമ്മളുടെ അവകാശങ്ങൾ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും ഒപ്പം നിൽക്കും എന്നുള്ള യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. എല്ലാവരും ഒരു പുതിയ ഉണർവോട് കൂടിയിട്ടും പുതിയ എനർജിയോടും കൂടിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഇതൊരിക്കലും കെടാതെ എല്ലാവരോടും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അടുത്ത കൊല്ലം നമ്മൾ വീണ്ടും ഇതുപോലെ കാണും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. കഴിഞ്ഞ 2 ദിവസം കൊണ്ടുണ്ടായിരുന്ന GAയുടെ തൃശ്ശൂർ നടക്കുന്ന ക്ലാസ് വളരെ ഭംഗിയായിട്ടുള്ളതും അതിൻ്റെ മീറ്റിംഗ് ക്ലാസ് ഇതിനകത്ത് അനുവദിച്ചിരുന്ന ക്ലാസ്സുകൾ വളരെ ഭംഗിയുള്ളതുമായിരുന്നു. അത് ജീവിതത്തിൽ വളരെ എക്സ്പ്രഷനായി നമുക്കത് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, GAയുടെ ഇവിടുത്തെ യൂണിറ്റ് നമുക്ക് ഹോട്ടൽ കണ്ടെത്തി നല്ലൊരു ഹോട്ടലാണ്. 5 സ്റ്റാർ ഫെസിലിറ്റി കൂടി വളരെ നല്ല ഹോട്ടലും പല ഫുഡാണേലും അതുപോലെ നമുക്ക് ക്യാമ്പ് അന്തരീക്ഷം വളരെ നല്ല ക്യാമ്പ് അന്തരീക്ഷമൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നടന്ന നമ്മുടെ ക്യാമ്പ് ഏതായാലും നല്ല ഗംഭീരമായിട്ട് നടന്നു. നല്ല സുഖ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ഹോട്ടലിലാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അടുത്ത വർഷം നമുക്ക് ഈ ക്യാമ്പ് ഇതിലും ഭംഗിയായിട്ട് നടത്താൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും കൂടുതൽ പാർട്ടിസിപ്പന്റും ഉണ്ടാകണമെന്നും അതാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. അതുപോലെ നമ്മുടെ സംഘടന പടിപടിയായി വളർന്ന് മെമ്പേഴ്സിന്റെ എണ്ണം 1000-വും 2000-വും കടന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ 4 കമ്പനികളുടെ ആൾക്കാരും ഈ സംഘടനയിൽ അംഗത്വം എടുക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമസ്കാരം. ഈ 2025 ജൂൺ 24-25 തീയതികളിലായിട്ട് ജനറൽ ഇൻഷുറൻസ് ഓർഗനൈസേഷന്റെ കീഴിൽ നമ്മളെ തോട്ടുപുറം ചന്ദ്രേട്ടൻ നഗറിൽ വെച്ചിട്ട് നടത്തിയിട്ടുള്ള ഈ ക്യാമ്പ്, ഈ ഇൻഷുറൻസ് ഏജൻസിന്റെ ഈ ക്യാമ്പ് വളരെ വൻ വിജയമായിരുന്നു. അതിന് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റികളൊക്കെ വളരെ നല്ല രീതിയിൽ സഹകരിച്ചു. വളരെ വൻ വിജയമായിരുന്നു. അതിന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഒരു ആശംസ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരം പരിപാടികളിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് യൂണിയൻ വളരെ നല്ല നിലയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഏജന്റ് സുഹൃത്തുക്കളെയും പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സെപ്പറേറ്റ് ഓർഗനൈസേഷൻ ഇവിടെ തൃശ്ശൂർ സംഘടിപ്പിച്ച ക്യാമ്പ് വളരെ നന്നായിരുന്നു. നല്ല ഫെസിലിറ്റി, നല്ല റൂംസ്, നല്ല ഭക്ഷണം. വരും വർഷങ്ങളിലൊക്കെ ഇതുപോലെ നല്ല ക്യാമ്പ് സംഘടിപ്പിക്കാൻ സംഘടന സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പ് നല്ല അതിവിപുലമായിട്ട് നല്ല രീതിയിൽ നല്ലൊരു ലൊക്കേഷനിൽ നമുക്ക് നടത്താൻ സാധിച്ചു. ഈ നടത്താൻ സാധിച്ചതിൽ നമ്മുടെ ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള പല വ്യക്തികൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചെത്തിയിട്ടുണ്ട്. ആ ഒരു കഷ്ടതകൾ അനുഭവിച്ചെത്തിയ എല്ലാ വ്യക്തികൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഹൈ ക്ലാസ് ഫെസിലിറ്റി ഉള്ള ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മുടെ വരും കാലങ്ങളിൽ ഇതിൽ നന്നായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് നടത്തണം. നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തു നിന്നുള്ള എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. വരും കാലങ്ങളിൽ നമ്മുടെ അതിൻ്റെ ആൾക്കാരുടെ എണ്ണം കൂട്ടിയിട്ട് നല്ല ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഇതുപോലെ നല്ല ക്യാമ്പ് കൊടുക്കും. അതിൽ എല്ലാവരും പങ്കെടുക്കണം. എന്തായാലും ഇതിനൊക്കെ പങ്കെടുക്കുകയും അതുപോലെ നമുക്ക് നല്ലൊരു വീഡിയോ ക്ലിപ്സും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓൺലൈൻ ചാനലും തുടങ്ങിയിട്ടുണ്ട് പ്രതീക്ഷി. അതിനൊക്കെ നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പ്രതിക്ക് എല്ലാവിധ ആശംസകളും അതുപോലെ നേരുന്നു. ഓക്കെ, താങ്ക് യു. ഏതായാലും നമ്മളെ ഈ ജനറൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ്റെ ഈ സംരംഭം തന്നെ വളരെ വിജയമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അസംഘടിതമായിട്ട് കരുതിയിരുന്ന ഈ ജനറൽ ഏജൻസിമാരെ സംഘടിപ്പിച്ച ഈ പ്രവർത്തനത്തിന് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചതിൽ തന്നെ ഒരു വളരെ വിജയമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ കൊല്ലത്തിൽ നമുക്ക് ഓരോ ക്യാമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പുതിയ ആൾക്കാരെ ഇതിലേക്ക് സംഘടനയിൽ കൊണ്ടുവരാനും
നമ്മൾക്ക് നമ്മുടെ സംശയങ്ങൾ തീർക്കാൻ ഒരു അവസരമാണ്. അത് സംസ്ഥാനം ഇത് ഇങ്ങനെ സ്ഥലം വേദി സംഘടിപ്പില്ല. അത് പണ്ട് വയനാട്ടിലാവും അല്ലെങ്കിൽ ഇടുക്കിയിലാവും ഇതൊക്കെ ആണെങ്കിൽ തന്നെ തൃശ്ശൂരത്തിന് നല്ല സൗകര്യപ്രദമായ സ്ഥലം കണ്ടുപിടിച്ച് അതിന് സഹകരിച്ചാൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഞങ്ങളുടെ ടീമിൽ മിനി അതിൻ്റെ മനോജകുമാറൊക്കെ അതിനുവേണ്ടി അക്ഷരം പ്രയത്നിച്ചു. അവർക്ക് ഈ സംഘടനയുടെ പേരിൽ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ പേരിൽ തൃശ്ശൂർ ജില്ലയിൽ നടത്താൻ വേണ്ടിയിട്ട് സഹായിച്ചതിന് അവർക്ക് നന്ദി പറയുന്നില്ല. അവരെ ഒക്കെ കണ്ട പ്രശംസിക്കുകയാണ്. അതിനെല്ലാം കൂട്ടുപിടിച്ച, അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. അവരുടെ ആ പ്രയത്നം പ്രവൃത്തി നമ്മൾക്ക് ഭാവിയിലും വളരെ വിജയകരമായിട്ട് കൊണ്ടു നടക്കട്ടെ, അതിന് അവസരം ഉണ്ടാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ എനിക്ക് അനുഭവിച്ച ഈ സമയത്തിന് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു നല്ല വൻപിച്ച വിജയമാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രതികൂല കാലാവസ്ഥയിലും നമുക്ക് ഇങ്ങനെ ഒരു ഹോളും നമ്മളിങ്ങനെ 2 മോട്ടിവേഷൻ ക്ലാസ് എടുത്തവരും പിന്നെ ഏറ്റവും നല്ലത് ഒരു ക്യാമ്പ് വിജയിക്കണമെങ്കിൽ ഒന്നുകിൽ ഹോള് നന്നായിരിക്കണം, അല്ലെങ്കിൽ ഫുഡ് നന്നായിരിക്കണം. ഫുഡ് മോശമാണെങ്കിലും ഹോള് മോശമാണെങ്കിലും ആൾക്കാർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. ആൾക്കാരുടെ ഇനാക്റ്റീവ് അതിനകത്ത് പ്രത്യക്ഷപ്പെടും. പക്ഷേ ഇത് പറയുകയാണെങ്കിൽ രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. അതുതന്നെയല്ല, ഈ 12 വർഷമായിട്ട് നമ്മൾ പല സ്ഥലത്ത് ക്യാമ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും ഓരോ സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പറയും ഇതാണ് നല്ല സ്ഥലം, ഇതാണ് നല്ല സ്ഥലം എന്നുവെങ്കിലും ഈ 12ാമത്തെ വർഷം ഈ ക്യാമ്പ് നടത്തിയ സ്ഥലം ഈ തൃശ്ശൂർ ജില്ലയുടെ തീരദേശ ദേശത്തുണ്ടായിരിക്കുന്ന ഈ ഹോളും ഈ ഇന്നത്തെ ഈ സാഹചര്യങ്ങളും ഇന്നത്തെ ഈ ക്യാമ്പും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പ്രത്യേകം എടുത്തു പറയുകയാണ്, ഹോളും ഇതിനകത്ത് പങ്കെടുത്ത ആൾക്കാരും ഫുഡും വളരെ നന്നായിരുന്നു. ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ച ഇതിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് എറണാകുളം ജില്ലയുടെ പേരിൽ ഞാൻ അഗാധമായി നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ മഹത്വം. എത്രയും സ്നേഹം നിറഞ്ഞ ക്യാമ്പ് അംഗങ്ങളെ, ഈ വർഷത്തെ ക്യാമ്പ് ഏറ്റവും ഭംഗിയായി അതിലേറെ മനോഹരമായ രീതിയിൽ നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിന് ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു. എല്ലാം കൊണ്ടും താമസ സൗകര്യമായാലും ഭക്ഷണത്തിൻ്റെ കാര്യമായാലും അച്ചടക്കത്തിൻ്റെ കാര്യമായാലും നല്ല രീതിയിൽ നമ്മുടെ ക്യാമ്പ് വിജയിപ്പിക്കാൻ സാധിച്ചു. എൻ്റെ പേര് ജോൺ വർഗീസ്. ഞാൻ എറണാകുളം ജില്ലയുടെ സെക്രട്ടറിയാണ്. ഓക്കെ, താങ്ക് യു.